കോഴിക്കോട് പന്തീരങ്കാവിലെ ഫ്ലൈഗൻ ഓവർസീസ് സ്ഥാപനത്തിനെതിരെ വിസ തട്ടിപ്പ് പരാതിയുമായി നിരവധി പേർ. വിദേശ വിസ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തെന്നാരോപിച്ച് സ്ഥാപന ഉടമകളുടെ വീട്ടുപടിക്കൽ നിരവധി പേർ പ്രതിഷേധവുമായി എത്തി. കോഴിക്കോട് കൂടരഞ്ഞി പൂമ്പാറ സ്വദേശികളായ ജൈനറ്റ് ചാക്കോ, സഹോദരൻ ജെയിൻ ചാക്കോ എന്നിവർക്കെതിരെയാണ് തട്ടിപ്പിനിരയായവർ പ്രതിഷേധവുമായി എത്തിയത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ തട്ടിപ്പിനിരയായത്. ഏജൻസിയുടെ മറവിൽ 2.5 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. പന്തീരങ്കാവ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഇപ്പോൾ പൂട്ടിയിട്ട നിലയിലാണ്. തിരുവമ്പാടി, പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടാവാത്തതിനാലാണ് പ്രതിഷേധവുമായി ഇറങ്ങിയതെന്നും തട്ടിപ്പിനിരയായ ലിജീഷ് പറഞ്ഞു. 2.5 കോടിയിൽ മേലെ അതിലുള്ള തട്ടിപ്പാണ് നടത്തിയത്. ഫ്ലീഗൻ എന്ന് പറഞ്ഞ ഒരു ഏജൻസിക്കാണ് കൊടുത്തത്. അത് പന്തീരങ്കാവ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ്. ആ ഏജൻസി ഇപ്പം പൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ആഴ്ചത്തോളമായി പെറ്റീഷൻ കൊടുത്തിട്ട് ഇപ്പൊ അവിടുന്ന് ഒരു റെസ്പോണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. തിരുവമ്പാടി സ്റ്റേഷനിലും പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലും ഓൾറെഡി FIR ഇട്ടിട്ടുണ്ട്. ഇതുവരെ അവിടുന്ന് ഒരു പോലീസോ ആരും അവിടുന്ന് തിരിച്ചു വിളിച്ചിട്ട് പോലില്ല. പോളണ്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത് കൊച്ചിയിൽ നിന്നുള്ള 4 പേരിൽ നിന്നായി 16 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തു. 10 തവണയിലധികം ജോലിക്കും പണത്തിനുമായി ഏജൻസിയെയും പോലീസിനെയും സമീപിച്ചിട്ടും കാര്യമുണ്ടായിട്ടില്ലെന്ന് കൊച്ചി സ്വദേശി ക്ലാര പറഞ്ഞു. ഞങ്ങളുടെ ഒരു ജോലിയുടെ ആവശ്യമായിട്ട് ജെയിനക്ക് എന്ന് പറയുന്ന 2 പേരുടെ പേരിൽ പൈസ കൊടുത്തിരുന്നു. ആ പൈസ ഞങ്ങൾക്ക് ജോലിയുടെ കാര്യം ശരിയായിട്ടില്ല. ആ പൈസ ഞങ്ങൾക്ക് ഇതുവരെ തിരിച്ചു കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വന്നേക്കണാണ്. ഞാൻ 10ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇവിടെ വരുന്നത്. ഞങ്ങൾ 4 പേരുടെ പൈസ ഒരു 16 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പോളണ്ടിലേക്കാണ് നമുക്ക് ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നത്. പാക്കിംഗ് ജോലിയാണ്. പിന്നെ പാർട്ട് ടൈം ആയിട്ട് വേറെ പല ജോലികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നടന്നിട്ടില്ല. 2 പ്രാവശ്യം ഞങ്ങൾ ഡൽഹി പോയിരുന്നു. അതിന് ചെലവുകൾ വേറെ ഞങ്ങൾക്ക് ആയിട്ടുണ്ട്. പണം തിരിച്ചു കിട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും തട്ടിപ്പിനിരയായവർ വ്യക്തമാക്കി. ഞങ്ങൾ കൊടുത്ത പൈസ തിരികെ എത്തിയിട്ടു. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. പൈസ തിരികെ കിട്ടുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും. പോളണ്ടിലേക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ടാണ് പൈസ കൊടുത്തത്. പക്ഷെ ഇതുവരെ പോളണ്ടിലേക്ക് വിസയും കിട്ടിയില്ല. ഞങ്ങൾ കൊടുത്ത പൈസയും തിരിച്ചു കിട്ടിയില്ല. പ്രതികളുടെ ചിത്രങ്ങൾ അടങ്ങിയ നോട്ടീസുകളുമായാണ് തട്ടിപ്പിനിരയായവർ പൂമ്പാറ പുഷ്പഗിരിയിലെത്തിയത്. സമീപത്തെ പള്ളി കഴിഞ്ഞു മടങ്ങിയ പ്രദേശവാസികൾക്ക് ഈ നോട്ടീസുകൾ വിതരണം ചെയ്തും സ്ഥാപനോടമകളായ ജൈനറ്റിന്റെയും ജേക്കബിന്റെയും വീട്ടിലേക്ക് മാർച്ച് നടത്തിയുമായിരുന്നു പ്രതിഷേധം. പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും തങ്ങളുടെ പണം തിരികെ ലഭിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.